കോൺഗ്രസിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നിലപാടുകൾ സ്വീകരിച്ച് ഓരോ കോൺഗ്രസുകാരെയും അഭിമാനിയാക്കി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷ നേതാവിന് തലങ്കും വിലങ്ങും ആക്രമണം നേരിടുന്നു എന്ന് കാണുന്നില്ല. പിണറായി വിജയന് വി.ഡി. സതീശനോട് വാക്കുകൊണ്ട് പോരാടി ജയിക്കാൻ കഴിയുന്ന വി.ഡി. സതീശന്റെ മുന്നിൽ വരാൻ കഴിയുന്ന ഒരു നേതാവില്ല. അങ്ങനെ വരുമ്പോ ഇവർ ചെയ്യുന്നത് ചില ആളുകളെ വെച്ച് ഈ അജണ്ട നടപ്പിലാക്കുക, പ്രതിപക്ഷ നേതാവിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുക. വി.ഡി. സതീശൻ ആക്രമിക്കപ്പെടുമ്പോ ഓരോ കോൺഗ്രസുകാരും മനസ്സിലാക്കണം, അത് കോൺഗ്രസിന്റെ നെഞ്ചത്തേൽക്കുന്ന അമ്പുകളാണ്. വി.ഡി. സതീശൻ തെരുവിൽ ആക്രമിക്കപ്പെട്ടാൽ അത് കോൺഗ്രസിനെയാണ് ആക്രമിക്കപ്പെടുന്നത്. ഇന്ന് വി.ഡി. സതീശൻ ആക്രമിക്കപ്പെടുന്നത് മറ്റൊന്നിന്റെയും പേരിലല്ല, അദ്ദേഹം സ്വീകരിച്ച മതേതര നിലപാടുകളുടെ പേരിലാണ്, അദ്ദേഹം സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത കോൺഗ്രസ് നിലപാടുകളുടെ പേരിലാണ്. നിലമ്പൂരിൽ നമ്മൾ കണ്ടില്ലേ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്താൻ തയ്യാറായി വന്ന ശക്തികളെ നിലപാട് കൊണ്ട് അടിയറ പറയിപ്പിച്ച നേതാവാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഉണ്ടാകും. അത് അദ്ദേഹത്തിന്റെ ശത്രുക്കളല്ല, അത് കോൺഗ്രസിന്റെ ശത്രുക്കളാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് പാർട്ടിയെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും ആക്രമിക്കുമ്പോൾ നമ്മൾ മൗനികളായിരിക്കാൻ പാടില്ല, നമ്മൾ നിശബ്ദരാകാൻ പാടില്ല. അവർക്ക് പ്രതിരോധം തീർക്കാനുള്ള ഉത്തരവാദിത്വം ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകർക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക.